ഇന്നലെ കോഴിക്കോട് നഗരമധ്യത്തിൽ പുതിയ ബസ് സ്റ്റാൻഡിന് സമീപം ഒരു ടെക്സ്റ്റൈൽസിന് തീപിടിക്കുകയുണ്ടായി. വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടായെന്നാണ് ഇപ്പോൾ പറയപ്പെടുന്നത്. അതിലെ തീ പിടിച്ചതിലുപരി അവിടെ തീയണക്കാൻ ഫയർഫോഴ്സിന് വരാനുള്ള യാതൊരു സൗകര്യങ്ങളോ സേഫ്റ്റി പ്രിക്കോഷൻസോ ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ അതിനെതിരെ വലിയ വിമർശനങ്ങൾ വരുന്നുണ്ട്. ഈ നഗരമധ്യത്തിലുള്ള ഇങ്ങനത്തെ ഒരു കെട്ടിടത്തിന് തന്നെ ഇഷ്യൂകളൊന്നും ഗവൺമെൻറ്റിൻ്റെയോ അല്ലെങ്കിൽ അധികാരികളെയോ കണ്ണിൽപ്പെട്ടില്ല എന്നുള്ളത് വലിയൊരു തെറ്റല്ലേ? ഗവൺമെൻറ്റിൻ്റെയോ അധികാരികളുടെയോ കണ്ണിൽപ്പെട്ടില്ല എന്നൊക്കെയാണ് പത്രങ്ങളും മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നത്. അത് തന്നെ യഥാർത്ഥത്തിൽ തൊണ്ട തൊടാതെ വിഴുങ്ങിക്കൊണ്ടാണ് ഷിബിലി താങ്കളും ഈ ചോദ്യം ചോദിച്ചിട്ടുള്ളത്. പക്ഷേ ഖേദപൂർവ്വം ഞാനൊരു കാര്യം പറയട്ടെ, നമ്മുടെ നാട്ടിലുള്ള യഥാർത്ഥ പ്രശ്നം ഇതല്ല. ആ പ്രശ്നത്തിൻ്റെ ചില സൂചനകൾ മാത്രമാണ് ഇത് നൽകുന്നത്. ഇപ്പം തന്നെ നിങ്ങൾ പറഞ്ഞു അവിടെ നഗരമധ്യത്തിലുള്ളൊരു കെട്ടിടമല്ലേ, അവിടെ ആ കെട്ടിടത്തിൽ ഒരു തരത്തിലുള്ള സുരക്ഷയും ഉണ്ടായിരുന്നില്ല. തീ പിടിച്ചതിന് ശേഷം അത് അണക്കാൻ ഒരു വഴിയുണ്ടായിരുന്നില്ല. രാത്രി പോലും മുകളിലത്തെ നിലയിൽ നിന്ന് കത്തിക്കൊണ്ടിരിക്കുന്നത് വളരെ ഏതാണ്ട് വെടിക്കെട്ടൊക്കെ സംപ്രേഷണം ചെയ്യുന്നത് പോലെ നമ്മുടെ മാധ്യമങ്ങളൊക്കെ സംപ്രേഷണം ചെയ്യുന്നത് നമ്മൾ കണ്ടു. യഥാർത്ഥ പ്രശ്നം എന്താണ്? ഇതിൻ്റെ പ്രശ്നം നമ്മുടെ നാട്ടിൽ നടത്തുന്ന ഒരു നിർമ്മാണ പ്രവർത്തനങ്ങൾക്കും ഒരാൾക്കും ഒരു അക്കൗണ്ടബിലിറ്റി ഇല്ല, ഉത്തരവാദിത്വമില്ല. ഇനി ഈ ബിൽഡിംഗ് അവിടെ നിൽക്കട്ടെ, ഇതിൻ്റെ തൊട്ട് അപ്പുറത്ത് മാറിയിട്ട് ഒരു മറ്റേ ബസ് സ്റ്റാൻഡ് ഉണ്ടല്ലോ. ആ ബസ് സ്റ്റാൻഡിൽ എത്ര തവണ തൂണിൻ്റെ ഇടക്ക് ബസ് കുടുങ്ങിയിട്ടുണ്ട്. ആ തൂണുകളിൽ എത്ര തവണ ബസ് ഇടിക്കാതെ പോയിട്ടുണ്ട്. ലോകത്തെവിടെയെങ്കിലും ഏതെങ്കിലും ഏറ്റവും മോശപ്പെട്ട രാജ്യത്ത് പോലും ഇത്തരത്തിലുള്ള ഒരു നിർമ്മിതി കാണോ? കോടികൾ മുടക്കി നമ്മളൊരു ബസ് പാർക്ക് ചെയ്യാനുള്ള സ്ഥലം പണിതിട്ട് ശരിക്കും ബസ് അതിൻ്റെ ഇടയിൽ കൂടി പോകണമെന്നുണ്ടെങ്കിൽ തിങ്ങി ഞെരുങ്ങിയൊക്കെ പോകണം. ഇനി വലിയ ബസ് എങ്ങാനും വന്നാൽ അതിനകത്ത് പെട്ടുപോകും. ഏതെങ്കിലും ബോധമില്ലാത്തൊരുത്തർ ഇത്തരത്തിലുള്ള പണി ചെയ്യും? ഈ പണി ചെയ്ത എഞ്ചിനീയറേയും അതുപോലെ തന്നെ അതിൻ്റെ എഞ്ചിനീയറിംഗ് വിങ്ങൊക്കെ പിരിച്ചുവിടേണ്ടതല്ലേ? ഇവനൊക്കെ ഇരുന്നാണ് കോഴിക്കോട് നഗരവും അതുപോലെ തന്നെ എറണാകുളം നഗരവും ട്രിവാൻഡ്രം നഗരവും അടക്കമുള്ള നഗര ആസൂത്രണ വിഭാഗം എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം. ഇനി ഇത് പോട്ടെ, ഇനി അടുത്തൊരു കാര്യം ഞാൻ പറയാം. എറണാകുളത്തിൻ്റെ ശ്രദ്ധയിലേക്ക് നിങ്ങൾക്ക് വന്നാൽ വൈറ്റില ജംഗ്ഷനിൽ ഒരു ഷോപ്പിംഗ് കോംപ്ലക്സ് ഇരിക്കുന്നുണ്ട്. ആരുടെയെന്ന് അറിയോ? കൊച്ചിൻ കോർപ്പറേഷൻ ഷോപ്പിംഗ് കോംപ്ലക്സ് ആണ്. അവിടെയാണ് കൊച്ചിൻ കോർപ്പറേഷൻ വൈറ്റില സോണൽ ഓഫീസ് പ്രവർത്തിക്കുന്നത്. അവിടെ നിന്നാണ് നമുക്ക് പ്രിയപ്പെട്ടിട്ടുള്ള സ്വപ്നയെ അവിടെ നിന്ന് പിടിച്ചിട്ടുള്ളത്. നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും, ജസ്റ്റ് ഒരു മാസം വെറും 3 ലക്ഷം രൂപ കൈക്കൂലി മേടിച്ചുകൊണ്ടിരുന്ന പാവം സ്വപ്നയെ പിടിച്ചിട്ടുപോയി. അപ്പോൾ സ്വപ്ന പറഞ്ഞത് എല്ലാവരും കേട്ടല്ലോ. കാരണം ഞാനാണ് അവിടെ ഏറ്റവും കുറച്ച് കൈക്കൂലി വാങ്ങിക്കുന്നതാണ്. അപ്പോൾ ബാക്കിയുള്ളവരുടെ അവസ്ഥ എന്തായിരിക്കും? അപ്പോൾ അങ്ങനെയുള്ള ഒരു ഡിപ്പാർട്ട്മെൻറ്റ്, ഇനി ഇവനൊക്കെ കൈക്കൂലി മേടിച്ചോട്ടെ, പക്ഷെ മേടിച്ചിട്ട് പോലും നമ്മുടെ എഞ്ചിനീയർമാർ പണിത് വെച്ചേക്കണ ആ മറ്റേ ഷോപ്പിംഗ് കോംപ്ലക്സ് നിങ്ങളൊന്ന് കണ്ടതാണ്. യഥാർത്ഥത്തിൽ വൈറ്റില ജംഗ്ഷനിൽ അവിടെ കൃത്യമായിട്ട് വെറുതെ ഒരു മെയ്സനെ കൊണ്ട്, ഒരു കൽപ്പണിക്കാരനെ കൊണ്ട് പ്ലാൻ വരപ്പിച്ച് പണിതാൽ ഒരു മിനിമം ഒരു 10 കടകൾക്കെങ്കിലും കൃത്യമായിട്ടുള്ള ശ്രദ്ധ കിട്ടും. പക്ഷെ അവിടെയുള്ള ഒരു കടക്ക് പോലും ഒരു ശ്രദ്ധ കിട്ടുന്നില്ല എന്നുള്ളതാണ്. വൈറ്റില ജംഗ്ഷനിൽ ഇരിക്കുന്നതാണ്, നിങ്ങൾ ആലോചിക്കണം. അവിടെ ആകെ ഉള്ളത് എനിക്ക് തോന്നുന്ന ബെസ്റ്റ് ബേക്കറി മാത്രമാണ് ഒന്ന് ആളുകളുടെ കണ്ണിൽ പെടുന്ന ഒരു കാര്യം. അതിൻ്റെ തൊട്ട് ബാക്കിൽ ശരിക്കും പറഞ്ഞാൽ CITക്കാർക്ക് ഒരു ഓഫീസ് വാടക കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ നമ്മൾ എങ്ങനെയാണ് വളരെ മോശപ്പെട്ട രീതിയിൽ നമ്മുടെ പണി നടത്തുന്നത്? ഒന്ന്, നമ്മൾ സന്തോഷ് ജോർജ് കുൾ അങ്ങനെയൊക്കെ പറയുമ്പോൾ എനിക്ക് സങ്കടം തോന്നും. അദ്ദേഹത്തിൻ്റെ പുറത്തിറങ്ങും. അദ്ദേഹം പറയുന്നത് വളരെ കലാപരമായി മേന്മയോടുകൂടി ബിൽഡിംഗ് പണിയണം എന്നൊക്കെ ലോകത്തുള്ള പല ബിൽഡിങ്ങുകളും റെയിൽവേ സ്റ്റേഷനുകളും ഒക്കെ കാണിച്ചിട്ട് നമ്മളോട് പറയാറുണ്ട്. നമ്മൾ മേന്മയോടുകൂടിയൊന്നും പറഞ്ഞില്ല. ഈ പറയുന്ന അലവലാദികളായിട്ടുള്ള ഉദ്യോഗസ്ഥന്മാരെ കലാപരമായിട്ടൊന്നും പണിയാൻ പോകുന്നില്ലെന്ന് നമുക്കറിയാം. പക്ഷെ പ്രധാനപ്പെട്ടൊരു കാര്യം, വെറുതെ ഒരു മിനിമം ഡീസൻ്റ് ആയിട്ടുള്ള ഒരു പണിയെങ്കിലും നടത്തണം. ഇനി ഇതൊക്കെ പോട്ടെ, ഇതിൽ തൊട്ട് മുമ്പ് നമുക്ക് കുറച്ചും കൂടി ഒരു 5-8 കിലോമീറ്റർ കൂടി പോയിട്ടുണ്ടെങ്കിൽ ഹിൽ പാലസ് എന്ന് പറയുന്ന ഒരു മ്യൂസിയം ഉണ്ടല്ലോ. നമുക്ക് ആ ഹിൽ പാലസ് മ്യൂസിയം പണിതത് എഞ്ചിനീയർമാരൊന്നും അല്ലെന്നേ. IIT-ന്നോ NIT-ന്നോ അല്ലെങ്കിൽ REC-ന്നോ ഒക്കെ പാസ്സായിട്ടുള്ള കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ട്രിവാൻഡ്രത്തൊന്നും പാസ്സായിട്ടുള്ള എഞ്ചിനീയർമാരല്ല. പക്ഷെ എത്ര മനോഹരമായി, എത്ര ഭംഗിയായിട്ടാണ് അത് പണിതിരിക്കുന്നത്. ഞാനൊക്കെ കുറച്ചുകൂടി പ്രായമെത്തിയതിന് ശേഷമാണ് അത് കാണുന്നത്. എന്ന് പറഞ്ഞാൽ ഇത്തരത്തിൽ അശാസ്ത്രീയമായി നമ്മുടെ ഏത് ബിൽഡിങ്ങുകൾ പണിയാം. അങ്ങനെ പണിതുകൊണ്ടാണ് പാലാരിവട്ടം പാലം പോലും, നമ്മുടെ പാലാരിവട്ടത്തിൻ്റെ പാലത്തിൻ്റെ കൺസൾട്ടൻസി ആയിരുന്നു കിറ്റ്കോ എന്ന് പറയുന്നത്. ആ സ്ഥാപനം തന്നെ ഡിസൈനിൽ തന്നെ മാറ്റങ്ങൾ വരുത്തി. കൂടാതെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, സിമൻറ്റ് മിക്സ് ചെയ്യുന്നതിൽ തന്നെയുള്ള റേഷ്യോയിൽ മാറ്റങ്ങൾ വരുത്തി. അങ്ങനെ മാറ്റങ്ങൾ വരുത്തിക്കൊണ്ട് ഇത് പണിതു. എന്താണ് ഇങ്ങനെയൊക്കെ പണിയാൻ നമ്മുടെ ഉദ്യോഗസ്ഥന്മാർക്ക് ധൈര്യം കിട്ടുന്നതെന്ന് നിങ്ങൾക്കറിയോ? ആ ധൈര്യം കിട്ടുന്ന ഒരൊറ്റ കാര്യമുള്ളൂ. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഒരുത്തനും ഇതിൻ്റെ പുറത്തൊരു ഉത്തരവാദിത്തം ഏൽക്കേണ്ടി വരാറില്ല. മനസ്സിലായോ? ഇപ്പം നമ്മൾ പലപ്പോഴും പറയാറുണ്ട്, വിജയ് മല്യ നമ്മളെ പറ്റിച്ചിട്ട് പോയി എന്ന് പറഞ്ഞ് പല ബിസിനസ്സുകാരെ കുറിച്ച് നമ്മൾ എന്ത് ചെയ്യും,
പറയും. അവർ അങ്ങോട്ട് നാഷണൽ മീഡിയകളിലൊക്കെ വലിയ ഹെഡ്ലൈൻ കൊടുക്കും, അവൻ പറ്റിച്ചു, അവൻ തട്ടിപ്പ് കാണിച്ചു. ഞാൻ ആത്മാർത്ഥമായിട്ട് ഇത് കേട്ട് നിൽക്കുന്ന ആളുകളോട് ചോദിക്കുകയാണ്, നിങ്ങളിൽ മഹാഭൂരിപക്ഷം പേരൊന്ന് കമൻറ്റ് ചെയ്യണം. ഈ വിജയ് മല്യ സ്വന്തം സ്ഥാപനം തകർക്കണമെന്ന് വിചാരിച്ചിട്ടുണ്ടാവോ? അയാളുടെ അച്ഛനായിട്ട് തുടങ്ങിയ സ്ഥാപനമാണ്. അയാൾ ഈ പറയുന്ന പോലെ തട്ടിപ്പ് തുടങ്ങാൻ വേണ്ടി തുടങ്ങിയൊരു സ്ഥാപനമല്ല. അയാൾ എയർഡക്കാൻ പോലെയുള്ള പല കമ്പനികളും ഏറ്റെടുത്തു, കിങ്ഫിഷറിനോട് ചേർത്തു. അയാൾ തുടങ്ങിയ എല്ലാ സ്ഥാപനങ്ങളിലും കുറച്ച് എക്സ്ട്രാവഗൻസ്, ഒരു ധാരാളിത്തം ഉണ്ടായിരുന്നു, ഒരു മിസ്മാനേജ്മെൻറ്റ് ഉണ്ടായിരുന്നു. ശരിയാണ്, ആ മിസ്മാനേജ്മെൻറ്റ് അയാളെ ശിക്ഷിക്കണമെങ്കിൽ ശിക്ഷിക്കും, കുഴപ്പമില്ല. പക്ഷെ പ്രധാനപ്പെട്ട പ്രശ്നം ഇത്തരത്തിൽ മിസ്മാനേജ്മെൻറ്റ് നടത്തുന്ന കേരള ഗവൺമെൻറ്റിലും കേന്ദ്ര ഗവൺമെൻറ്റിലുമുള്ള ഏതെങ്കിലും ഉദ്യോഗസ്ഥന്മാർ നമ്മളോട് ഉത്തരം പറഞ്ഞിട്ടുണ്ടോ? അവരെ ഉത്തരവാദിത്തത്തിൻ്റെ പേരിൽ അവരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ടോ? അവർക്കെതിരെ ഒരു കേസെങ്കിലും ചാർജ് ചെയ്തിട്ടുണ്ടോ? എയർ ഇന്ത്യ 50,000 കോടി രൂപയിലധികം നഷ്ടത്തിലായിരുന്നല്ലോ. എന്താ നമ്മൾ നടപടിയെടുക്കാത്തത്? നമ്മുടെ KSRTC ഇപ്പോഴും വർഷാവർഷം ഒരു 300, 500, 1000 കോടി വീതം കേരള ഗവൺമെൻറ് കയ്യിൽ നിന്ന് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഏത് കക്കുന്നവന് പിന്നെയും മോഷ്ടിക്കാൻ വേണ്ടിയിട്ട്, അല്ലേ? എന്നിട്ട് നമ്മൾ പറയുമ്പോൾ പബ്ലിക് ട്രാൻസ്പോർട്ട് അങ്ങനെയാണ്, പബ്ലിക് ട്രാൻസ്പോർട്ട് ഇങ്ങനെയാണ്, അത് യഥാർത്ഥത്തിൽ ലാഭകരമായി നടത്തേണ്ട ഒരു ബിസിനസ് അല്ല. ശരിയാണെന്നേ, പക്ഷെ ഇതിനകത്തുള്ള കളവ് നിർത്തണ്ടേ? നിങ്ങൾ അറിയേണ്ടത് 8 കൊല്ലത്തേക്ക് 10 കൊല്ലത്തേക്കുള്ള ഹോൺ പർച്ചേസ് ചെയ്യുന്നത് എങ്ങനെയാണ് ഒരു ബസ്സിന് വേണ്ടിയിട്ടുള്ള? ലോകത്ത് ഏതെങ്കിലും ബസ് മുതലാളി അങ്ങനെ ഹോൺ പർച്ചേസ് ചെയ്യൂ? ടയർ പർച്ചേസ് ചെയ്യൂ? ഇനി ചില ആളുകൾ ബസ് മുതലാളിമാരായിട്ടുള്ളത് ബസ്സിൻ്റെ ഈ പറയുന്ന കോൺട്രാക്റ്റ് കൊടുക്കുമ്പോൾ, അതായത് ബസ് മേടിക്കാൻ വേണ്ടി കൊടുക്കുമ്പോൾ, ചേസ് കൊടുക്കുന്നതിനുള്ള ഓർഡർ കൊടുക്കുമ്പോൾ 50 ബസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ അവർ 2 ബസ് എൻ്റെ ചിലവ് ഫ്രീ ആയിട്ട് നമുക്ക് തരും. എനിക്കറിയാവുന്ന, എൻ്റെ ഇവിടെ ജോലിക്ക് വന്ന, എനിക്ക് അദ്ദേഹത്തെ നേരിട്ടറിയില്ല, ജോലിക്ക് വന്ന ഒരു അക്കൗണ്ടൻ്റ് ആയിരുന്നു. അയാൾ ജോലി ചെയ്തിരുന്ന സ്ഥാപനം ആ 5 വലിയ ബെൻസിൻ്റെ ലോറികൾ അദ്ദേഹത്തിൻ്റെ മുതലാളി എടുത്തപ്പോൾ ആ ഫ്രീ ആയിട്ട് ഒരു മെഴ്സിഡസ് ബെൻസ് കാറാണ് കൊടുത്തത്. അപ്പോൾ ഇതുപോലെ കിട്ടും. അപ്പോൾ ഇതുപോലെ കിട്ടുന്നത് വെച്ചിട്ട് പ്രൈവറ്റായിട്ട് സ്വന്തം ബസ് സർവീസ് നടത്തുന്ന ആളുകൾ നമ്മുടെ മന്ത്രിമാരായിരുന്നിട്ടുണ്ട്. അങ്ങനെയൊക്കെയുള്ള ആരോപണങ്ങളുണ്ട്. അപ്പം ഞാൻ ചോദിക്കുന്നത്, ഇതിൻ്റെയൊക്കെ പേരിൽ നമ്മുടെ നാട്ടിൽ ആർക്കെങ്കിലും എതിരെ കേസെടുക്കുകയോ അവനെ പ്രോസിക്യൂട്ട് ചെയ്യുകയോ ചെയ്യാറുണ്ടോ? 50,000 കോടി രൂപ എയർ ഇന്ത്യക്ക് നഷ്ടം വരുമ്പോൾ നിങ്ങൾ വിജയ് മല്യയെ പിടിക്കൂ. അതോടൊപ്പം തന്നെ ഈ 50,000 കോടി രൂപ നഷ്ടം വരുത്തിയാണെന്ന് കണ്ടെത്തണ്ടേ? നിങ്ങളുടെ ഈ ഇപ്പം 50 രൂപക്ക് മേടിക്കുന്ന ബവറേജസ് കോർപ്പറേഷനിൽ മദ്യം 1200 രൂപ കൊടുക്കുകയാണ്. നിങ്ങളത് ആലോചിക്കണം. ഒരു സാധനത്തിൻ്റെ പ്രൊഡക്ഷൻ കോസ്റ്റ്, പരസ്യത്തിന് കോസ്റ്റ് ഉണ്ടോ? വേണ്ട. മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവുകളെ വെക്കണോ മദ്യം മേടിക്കാനായിട്ട്? വേണോ? എന്തെങ്കിലും കോസ്റ്റ് ഉണ്ടോ? ഇനി പോട്ടെ, വരുന്നവന് നിൽക്കാനായിട്ട് മഴ കൊള്ളാതെ നിൽക്കാനുള്ള ഒരു സൗകര്യം ഒരുക്കിയിട്ടുണ്ട്. അവന് വന്ന് എത്രയും പെട്ടെന്ന് മേടിച്ചു പോകണം എന്നുള്ള ഒരു സൗകര്യം ഒരുക്കിയിട്ടുണ്ട്. ഒന്നും എടുക്കാതെ ഏതാണ്ട് പഴയ ഈ പറയുന്ന പോലെ ചില സിനിമകളൊക്കെ ഇറങ്ങുമ്പോഴത്തേക്കും നമ്മൾ കൗണ്ടറിൽ കൂടി കൈയിട്ട് സാധനം മേടിക്കുന്നത് പോലെ 3 മണിക്കൂർ കാത്ത് നിന്ന് കൗണ്ടറിൽ കൂടി കൈയിട്ട് സാധനം മേടിക്കുന്ന സൗകര്യം എടുക്കുന്ന ബവറേജസ് കോർപ്പറേഷൻ നട്ടത്തിലാണ്. ഒന്ന് ആലോചിച്ച് നോക്ക്. അപ്പം നമ്മുടെ നാട്ടിൽ ഈ പറയുന്ന പോലെ ആർക്ക് വേണമെങ്കിൽ കമിഴ്ന്ന് വീണാൽ കാൽപ്പടം എന്നുള്ളതുപോലെ ഇതങ്ങോട്ട് നക്കിയെടുക്കാം. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ വിജയ് മല്യയെ ഞാൻ കുറ്റം പറയില്ല. കാരണം അദ്ദേഹത്തിൻ്റെ ഒരു മിസ്മാനേജ്മെൻറ്റ് ഉണ്ടായി. ശരി, ആ മാനേജ് ചെയ്യുന്നതിൽ ചില പാളിച്ചകളുണ്ടായി. അതുകൊണ്ട് അദ്ദേഹം വലിയ കടത്തിലായിപ്പോയി. ആ ലാസ്റ്റ് എത്തിയപ്പോഴേക്കും ചിലപ്പോൾ എന്തെങ്കിലും പിടിക്കപ്പെടാവുന്ന എന്തെങ്കിലും കാര്യങ്ങൾ കൂടി കാണിച്ചിട്ടുണ്ടാവും. ശരി തന്നെ, ആയിക്കോട്ടെ. പക്ഷെ ഞാൻ പറയുന്നത് അതിനേക്കാൾ ഗൗരവത്തിൽ ഈ വിജയ് മല്യ അടക്കം, ഡയമണ്ട് മർച്ചൻ്റ് അടക്കമുള്ള നിരവധി ആളുകളെ പിടിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ മുമ്പിലേക്ക് അവരെ വലിയ രീതിയിൽ ഇട്ട് തന്നു. അവരെ അമേരിക്കയിൽ ചെന്ന് നമ്മൾ പിടിക്കും, കൊണ്ടുവരുമെന്നൊക്കെ വാചക കസർത്ത് നടത്തുമ്പോൾ നമ്മുടെ നാട്ടിൽ കോടിക്കണക്കിന് രൂപ ഇതുപോലെ കൊള്ളയടിക്കുന്ന ആളുകൾ നമ്മൾ എന്ത് ചെയ്യണം? ഇനി ഇത് കുറച്ചും കൂടി ഗൗരവത്തിലെടുക്കണം. എന്താ കാര്യം? വിജയ് മല്യയെ നമ്മൾ നന്നായി ബിസിനസ് നടത്താൻ നമ്മളാരും ഏൽപ്പിച്ചിട്ടില്ല. ഉണ്ടോ? ഇല്ല. പക്ഷേ ഈ ആളുകളെ നമ്മുടെ സർക്കാർ PSC വഴി ലിസ്റ്റ് ചെയ്ത് അവരുടെ സർട്ടിഫിക്കറ്റുകൾ പരിശോധിച്ച് നിയമനം നടത്തി ഇവരെ ഏൽപ്പിച്ചേക്കണത് എന്തിനാണ്? മറ്റ് ബിൽഡിങ്ങുകൾക്ക് അനുമതി കൊടുക്കാൻ ഏൽപ്പിച്ചേക്കണവരാണ്. അതായത് ഇവരാണ് മറ്റ് ബിൽഡിങ്ങുകളുടെ സുരക്ഷയൊക്കെ സംബന്ധിച്ച് പരിശോധിച്ച് അനുമതി കൊടുക്കേണ്ടത്. അപ്പോൾ ഇവരെവിടെയായിരുന്നു? അവരുടെ സ്വന്തം ബിൽഡിങ്ങിൽ, ഗവൺമെൻറ് പണിയുന്ന ബിൽഡിങ്ങിൽ ഇത് ചെയ്യുന്നില്ലെങ്കിൽ പിന്നെ നിങ്ങൾക്ക് എങ്ങനെയാണ് മറ്റൊരാളോട് പറയാൻ അവകാശം ഉണ്ടാവുക? ഇനി ഇപ്പം ഷിബിലി പറഞ്ഞ വാചകത്തിലേക്ക് വരാം. അവിടെ സുരക്ഷ സംബന്ധിച്ച് യാതൊരു മാനദണ്ഡങ്ങളും പാലിച്ചിരുന്നില്ല എന്നൊക്കെ പറഞ്ഞ് റിപ്പോർട്ട് ഇപ്പോൾ ഫയർ ആൻഡ് സേഫ്റ്റി ഡിപ്പാർട്ട്മെൻറ്റ് അങ്ങനെ എഴുതി കൊടുക്കുമല്ല. ഇവരെത്ര കാലം എവിടെയായിരുന്നു? ഈ ഫയർ ആൻഡ് സേഫ്റ്റിയുടെ NOC ഇല്ലാതെ, നോ ഒബ്ജക്ഷൻ സർട്ടിഫിക്കറ്റ് ഇല്ലാതെ, അല്ലെങ്കിൽ അവരുടെ അനുമതി ഇല്ലാതെ ഇത്തരത്തിലൊരു ബിൽഡിംഗ് വെക്കാൻ പറ്റുമോ? സാധാരണക്കാരന് വെക്കാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ പിന്നെ ഇവരിത് എത്ര കാലം എവിടെ പോയിരിക്കണേന്ന്?
പിന്നെ മേയർ ബീനേക്ക് വന്നിട്ട് ഇന്ന് പറയുന്നൊരു വാചകമുണ്ട്, അത് ഞങ്ങൾ പരിശോധിക്കും, ഇതും ഞങ്ങൾ പരിശോധിക്കും, മറ്റതും ഞങ്ങൾ പരിശോധിക്കും, മറിച്ചതും പരിശോധിക്കും, പിന്നെ ഞങ്ങൾ അതിൻ്റെ അടുത്ത ബിൽഡിംഗ് വരെ പരിശോധിക്കും. എൻ്റെ പൊന്ന് ബീന മാഡം, ഈ പറയുന്ന തള്ളൊക്കെ ആർക്കും തള്ളാം. നിങ്ങളുടെയൊക്കെ അങ്ങേയറ്റത്തെ വളരെ അപലപനീയമായ പ്രവൃത്തിയാണിത്, ഇത്ര മര്യാദയുള്ള ഭാഷയിൽ പറഞ്ഞാൽ. ഇതാണ് കാര്യമുള്ളത്. പക്ഷെ അത് പുള്ളിക്കാരിയുടെ മാത്രമല്ല, നമ്മുടെ സിസ്റ്റം മുഴുവൻ അങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്. നിങ്ങളൊന്ന് ആലോചിക്കണം, കൊച്ചിൻ കോർപ്പറേഷൻ്റെ എൻജിനീയേഴ്സ് ഇരുന്ന് അവർ വീട് വെക്കുന്നവന് അനുമതി കൊടുക്കേണ്ടത് അവരാണ്. ആ അനുമതി കൊടുക്കേണ്ട സ്വപ്നയാണ് മറ്റേ ഒരെണ്ണത്തിന് നമ്പർ ഇട്ട് തരാൻ വേണ്ടിയിട്ട് 5000 രൂപ വീതം 1,00,000 രൂപ വേണമെന്ന് പറഞ്ഞത്. അവർ വെച്ചേക്കണ ബിൽഡിംഗ് ആണെന്ത്, കൊച്ചി കോർപ്പറേഷൻ്റെ ഷോപ്പിംഗ് കോംപ്ലക്സ് വൈറ്റ്ല ജംഗ്ഷനിൽ ആ കണ്ണായ സ്ഥലം വേറെ ആർക്കെങ്കിലും കൊടുത്തിരുന്നെങ്കിൽ ഇത്ര മനോഹരമായ ബിൽഡിംഗ് അവിടെ ഉണ്ടായേനെ. എത്രയൊക്കെ കടകൾക്ക് അതുകൊണ്ട് പ്രയോജനം കിട്ടിയാൽ. അങ്ങനെ ഒന്നും കിട്ടാത്ത പരിപാടികളും പദ്ധതികളുമാണ്. ഇതിപ്പോൾ ഞാൻ പറഞ്ഞത് കോഴിക്കോടിലെയും വൈറ്റ്ലയിലേക്ക് സംഭവങ്ങൾ മാത്രമാണ് കേട്ടോ. നിങ്ങൾ തിരുവനന്തപുരം വരെ എടുത്ത് പരിശോധിച്ചാൽ നിങ്ങൾക്കൊരു 10,000-കണക്കിന് ഉദാഹരണങ്ങൾ കിട്ടും. അതാണ് നമ്മുടെ നാട്ടിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നിട്ട് ഇവരൊക്കെ തന്നെ, ഇവരാണ് അധികാരികൾ, ഇവരൊക്കെ തന്നെ ഈ പൊഗ്രത്തിനെ കാണിക്കുകയും കണ്ടവൻ്റെ പുറത്ത് മെക്കിട്ട് കയറാൻ തയ്യാറാവുകയും ചെയ്യും. ഒരു തവണ കൊച്ചി കോർപ്പറേഷനിലെ ആളുകൾ വന്നിട്ട് മറ്റേ വേസ്റ്റ് വലിച്ചെറിയുന്നവനെ പിടിക്കാൻ വേണ്ടി കാറിന് മുമ്പിലേക്കൊക്കെ ചാടി വീണ് പിടിക്കുന്നുണ്ട്. ഞാൻ പറയുന്നത് ഇപ്പോൾ ആയിക്കോട്ടെ, പക്ഷെ പ്രധാനപ്പെട്ട വിഷയം എന്താണ്? വിഷയം ഈ പറയുന്ന ചെയ്യേണ്ട ഒരു കാര്യത്തിലും ഇവർക്ക് ഉത്തരവാദിത്വമില്ല. ആ ഉത്തരവാദിത്വം ഏൽക്കാൻ ഇവർ തയ്യാറല്ല. നമ്മുടെ അടുത്ത് നിയമങ്ങൾ മാറ്റണം, ഒരു ഉദ്യോഗസ്ഥനെ അക്കൗണ്ടബിൾ ആക്കണം. ആ അക്കൗണ്ടബിൾ ആക്കിയതിന് ശേഷം, ഉത്തരവാദിത്വം ഉണ്ടായതിനു ശേഷം അവൻ്റെ പേരിൽ ഇതിന് പാളിച്ചകൾ ഉണ്ടായാൽ നടപടിയെടുക്കുന്ന അവസ്ഥ വരട്ടെ. ഇവിടെയുള്ള എല്ലാ ബിൽഡിങ്ങും മനോഹരമായി പണി നടക്കും, ഒരു സംശയമില്ല കാര്യത്തിൽ. അതല്ലാതെ ഈ ഗീർവാണങ്ങളും മറ്റേ ഇതും കൊണ്ടൊന്നും യാതൊരു കാര്യമില്ല. അതുകൊണ്ട് ഞാനിത് കണ്ടപ്പോൾ തന്നെ സത്യം പറഞ്ഞ ചാനലൊക്കെ ഓഫാക്കി. സാറിപ്പോൾ ഇവിടെ പറഞ്ഞു ഈ ഒരു ഉദ്യോഗസ്ഥനെ അക്കൗണ്ടബിലിറ്റി വരുത്തി അതിന് അക്കൗണ്ടബിൾ എന്തെങ്കിലും ഇഷ്യൂ വന്നാൽ അതിനെ നടപടി എടുക്കണമെന്ന്. അതെങ്ങനെയാണ് നമ്മളൊരു ഉദ്യോഗസ്ഥനെ അക്കൗണ്ടബിലിറ്റി? സിമ്പിളായിട്ട് വരുത്താൻ ഷിബിലെ, ഇപ്പോൾ ഒരു പ്രൊജക്റ്റ്, ഒരു ബിൽഡിംഗ് പണിയാനായിട്ട് കൃത്യമായിട്ട് ഒരു ചീഫ് ആർക്കിടെക്റ്റിനെയും ഒരു ചീഫ് എഞ്ചിനീയറെയും നമ്മൾ അതിനുവേണ്ടി ചുമതലപ്പെടുത്തുക. ആ ചുമതലപ്പെടുത്തിയതിന് ശേഷം അവരോട് പറയുക, നിങ്ങൾ എസ്റ്റിമേറ്റഡ് പ്രൊജക്റ്റ് ഇതാണ്, അപ്പം നിങ്ങളുടെ എമൗണ്ട് ഇതാണ്, അതിന് കരാറുകാരൻ ഇതാണ്, ഇതിലൊന്നും നിങ്ങൾക്ക് അഭിപ്രായ വ്യത്യാസങ്ങളില്ല, നിങ്ങൾക്ക് കൂടുതൽ അധികാരം കൊടുക്കുക ഇതിലൊക്കെ അഭിപ്രായം പറയാൻ. ആ കൊടുത്തതിന് ശേഷം വളരെ കൃത്യമായിട്ട് അവരോട് പറയുക, ഇതിൻ്റെ പുറത്ത് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടായാൽ അത് നിങ്ങളുടെ പേരിലായിരിക്കും ഉത്തരവാദിത്വം എന്ന് പറഞ്ഞു നോക്ക്. അതിഗംഭീരമായി ഇവിടെ പണി നടക്കും. ഒരു കോൺട്രാക്ടർ നമ്മളെ പറ്റിക്കില്ല. ഇത് 50% കോൺട്രാക്ടർ പറ്റിക്കും. ആർക്ക് വേണ്ടിയിട്ടാണ്? ഇവർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി പണി 3 കൊല്ലം ഉണ്ടെങ്കിൽ 1.5 കൊല്ലം കഴിയുമ്പോൾ ഇവനെ മാറ്റി വേറൊരു ഉദ്യോഗസ്ഥന് വെക്കും. അപ്പോൾ കോൺട്രാക്ടർ അതും കൂടി മുന്നിൽ കണ്ടാണ് പറ്റിക്കണം. കാരണം എന്താ? ഇവനും ആദ്യം കാശ് കൊടുക്കണം, പിന്നെ അവനും കൂടി ഫൈനൽ എത്തുമ്പോഴേക്കും അവനും കൂടി കാശ് കൊടുക്കണം. അപ്പോൾ ഇത്തരത്തിലുള്ള പരിപാടികൾ, ഇപ്പം പാലാരിവട്ട പാലത്തിൻ്റെ കാര്യത്തിൽ എന്താ, ഏറ്റവും ആദ്യം തന്നെ ആ കോൺട്രാക്ടർക്ക് അഡ്വാൻസായി 8 കോടി രൂപ കൊടുക്കുകയാണ്. 8 കോടി രൂപ അഡ്വാൻസായി കൊടുക്കണം. അതിന് തെറ്റില്ല, ഞാൻ പറഞ്ഞത് തെറ്റില്ല, കൊടുക്കണം എന്നാണ് ഞാൻ പറയുക. പക്ഷെ പ്രശ്നം ആ 8 കോടി രൂപയിൽ ഏതാണ്ട് 7 കോടി രൂപയോ 8 കോടി രൂപയോ ഇവരും കൂടെ കൈക്കൂലിയായിട്ട് ആദ്യം തന്നെ കൈപ്പറ്റുകയാണ്. ഈ സംവിധാനമാണ് നമ്മുടെ നാട്ടിൽ മൊത്തം നടക്കുന്നത്. അത് മാറ്റിയാലല്ലാതെ നമുക്ക് രക്ഷപ്പെടാൻ പറ്റില്ല. ഇപ്പം ഈ ശ്രീധരൻ പണിയുന്ന ഒരു മെട്രോ പ്രൊജക്റ്റിൽ അങ്ങനെ സംഭവിക്കില്ല എന്ന് നമ്മൾ വിചാരിക്കുന്നതിൻ്റെ കാരണം അത്ര ഇച്ഛാശക്തിയുള്ളൊരു നേതൃത്വം നിൽക്കുന്നതുകൊണ്ടാണ്. എന്നിട്ട് പോലും അദ്ദേഹത്തിന് കേരളത്തിൽ ഒരുപാട് ബുദ്ധിമുട്ടേണ്ടി വന്നു. കാരണം ഇതിൽ കൈയിട്ട് വരാൻ പറ്റാത്ത ആളുകളൊക്കെ കൂടി പുള്ളിയുടെ കാലെ പിടിച്ച് വലിക്കുന്ന അവസ്ഥ ഉണ്ടായി. അപ്പോൾ അതുകൊണ്ട് മറ്റത് എളുപ്പമാണ്. കാരണം നിങ്ങളുടെ എഫിഷ്യൻസിയോ പണിയോ ഒന്നും ചെയ്യാതെ ഇരുന്നാൽ തന്നെ നിങ്ങൾക്ക് കാശ് കിട്ടുമൊന്ന്. ഇനി അങ്ങനെ ഇരിക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ആദ്യം ഗവൺമെൻറ്റിലേക്ക് ഒരു ടെസ്റ്റ് എഴുതി ജോലി കയറുമ്പോൾ ഇവൻ മിടുക്കനായ ആളാണ്. പക്ഷെ അവിടെ 2 കൊല്ലം കൊണ്ട് 3 കൊല്ലം കൊണ്ട് അവൻ ഏറ്റവും അട്ടർ വേസ്റ്റ് ആയിട്ടുള്ള ഒരാളായി മാറുകയാണ്. അവൻ്റെ കഴിവുകളെല്ലാം പോയി. ഇനി മര്യാദക്ക് നിന്നിട്ട് ഇവിടെ കാര്യമില്ല എന്ന് മനസ്സിലാക്കി അവൻ എല്ലാത്തിനോടും കോംപ്രമൈസ് ചെയ്യുന്ന ഒരു ലെവലിലേക്ക് എത്തും. ഇനി ഞാൻ നേരെ തിരിച്ചുകളോട് ചോദിക്കുന്നത്, ഇപ്പോൾ സ്വപ്നക്കെതിരെ വിജിലൻസ് പിടിച്ചല്ലോ, എത്ര ഉദ്യോഗസ്ഥന്മാരെ ഗവൺമെൻറ് പിരിച്ചുവിട്ടിട്ടുണ്ട്? അപ്പോൾ അതൊന്നും നമ്മുടെ ഈ കഴിഞ്ഞ പോലീസിൽ തന്നെയുള്ള ക്രിമിനലുകളായിട്ടുള്ള ഉദ്യോഗസ്ഥർ 1200 പേരുണ്ടെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. എത്ര പേർക്ക് നമ്മൾ നടപടിയെടുത്തിട്ടുണ്ട്? ചില വിജിലൻസ് കേസുകളിൽ ശിക്ഷിക്കപ്പെട്ടിട്ടുള്ള ഉദ്യോഗസ്ഥരെ തിരിച്ചെടുക്കാൻ വേണ്ടി IG ഉത്തരവിട്ടിട്ടുണ്ട്. അപ്പം ഞാൻ പറഞ്ഞത്, ഇത് അക്കൗണ്ടബിൾ ആക്കുക എന്ന് പറയുന്നൊരു കാര്യമുള്ളൂ. പിന്നെ നമ്മുടെ ജനം ഇത് കൃത്യമായി ചോദിക്കാൻ പഠിക്കണം. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് വിശ്വാസം തോന്നുകയാണെങ്കിൽ നിങ്ങൾ ആളുകളിലേക്ക് ഷെയർ ചെയ്യുകയും ഇതിൻ്റെ പുറത്ത് വലിയ തോതിൽ പൊതുജനാഭിപ്രായം ഉണ്ടാവുകയും ചെയ്തുകൊണ്ട് ഈ ചോദ്യങ്ങൾ ചോദിക്കാൻ തുടങ്ങിയാൽ ഉറപ്പായും ഗവൺമെൻറ് തിരുത്തേണ്ടി വരും.
വേറെ വഴിയില്ല. ഇവിടുത്തെ മറ്റൊരു ഇഷ്യൂ എന്താണെന്ന് വെച്ചാൽ നഗരത്തിൽ വേണ്ട ആവശ്യത്തിന് വേണ്ട ഫയർ ആൻഡ് സേഫ്റ്റി ഇല്ല എന്നുള്ളതാണ്. ഇപ്പം നമ്മുടെ ഇവിടുത്തെ രാഷ്ട്രീയ നേതൃത്വം പലപ്പോഴും പറയുകയാണ് നമ്മുടെ കേരളത്തിലെ സിറ്റികൾ ദുബായ് പോലെ അല്ലെങ്കിൽ അമേരിക്കൻ സിറ്റികളെ പോലെ ആക്കുന്നൊക്കെ. കേരളത്തിലെ ഒരു പ്രധാനപ്പെട്ട സിറ്റിയാണ് കോഴിക്കോട് ഇങ്ങനെ ഒരു ദുരന്തം നടക്കുമ്പോൾ അവിടേക്ക് വേണ്ട ഫയർ ആൻഡ് സേഫ്റ്റി ടീം കോഴിക്കോട് ഇല്ല എന്ന് പറയുന്നതും ഒരു ഇഷ്യൂ അല്ലേ? അതാണ് ഞാൻ പറഞ്ഞത്, ഇതിൻ്റെ പുറത്ത് ആർക്കും അക്കൗണ്ടബിലിറ്റി ഇല്ല. ഇപ്പം നിങ്ങൾ നാളെ ഫയർ ആൻഡ് സേഫ്റ്റി ഡിപ്പാർട്ട്മെൻറ്റിനെ വിളിച്ചിട്ട് ഒരു കൊല്ലത്തെ പ്രവർത്തനങ്ങളെ വിലയിരുത്തിക്കൊണ്ട്, ഏത് കമ്പനിയിലും ഉണ്ടാവില്ലേ ഒരു മാസം കൂടുമ്പോൾ റിവ്യൂ മീറ്റിംഗ്, അല്ലെങ്കിൽ ഒരു 6 മാസം കൂടുമ്പോൾ റിവ്യൂ മീറ്റിംഗ്, അല്ലെങ്കിൽ ഒരു കൊല്ലം കൂടുമ്പോൾ ആ റിവ്യൂ മീറ്റിങ്ങിൽ നിങ്ങൾ എത്ര തീപിടുത്തങ്ങൾ എന്ത് ചെയ്തു, അമർച്ച ചെയ്തു, അവിടെയെല്ലാം നിങ്ങളുടെ പ്രവർത്തനം എങ്ങനെയാണ് നടന്നത് എന്നൊക്കെയുള്ള കാര്യങ്ങളിൽ യാതൊരു വിധത്തിലുള്ള നേരത്തെ പറഞ്ഞ പോലെ കൃത്യമായ ഒരു റിവ്യൂവോ അതിൻ്റെ പുറത്തൊരു പരിശോധനയോ ഒന്നും നടക്കുന്നില്ല. പിന്നെ ഇവർക്ക് പലപ്പോഴും കിട്ടേണ്ട സൗകര്യങ്ങൾ അത് കിട്ടുന്നില്ല എന്ന് ഇവർ പറയുന്നത് ഈ തീപിടുത്തം ഉണ്ടാകുമ്പോൾ മാത്രമാണ്. നിങ്ങൾ അറിയേണ്ടത് അവിടെ ഫയർ ആൻഡ് സേഫ്റ്റി ടീമില്ല, അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും വിളിക്കേണ്ടി വരും, അല്ലെങ്കിൽ അവിടെ അത്ര കൺജസ്റ്റഡ് ആയിട്ടുള്ളൊരു ഏരിയ ആണ്, അവിടേക്ക് ഒരു ബിൽഡിംഗ് വെക്കുമ്പോൾ തന്നെ കയറി ചെല്ലാൻ പറ്റുന്ന സൗകര്യങ്ങളുണ്ടോ? ഇത്തരം കാര്യങ്ങളെല്ലാം ഞാൻ പറയുന്നത് ഇതാണ് പറയുന്നത്, നമ്മുടെ ഉദ്യോഗസ്ഥർക്ക് ഒരു ഉത്തരവാദിത്ത ബോധമുണ്ടെങ്കിൽ അവൻ ഉറപ്പായിട്ടും എന്ത് ചെയ്യും? ഇത് യഥാർത്ഥത്തിൽ ഞാനോ അല്ലെങ്കിൽ ഷിബിലിയോ ആരും ആയിക്കോട്ടെ, എൻ്റെ ഉത്തരവാദിത്തം നമ്മൾ ചെയ്തില്ലെങ്കിൽ ആരും ചോദിക്കാനില്ല എന്ന് പറഞ്ഞാൽ പിന്നെ ആർക്കാണ് ഷിബിലി കുഴപ്പമുണ്ടാവുക? അതാണ് ഞാൻ പറയുന്നത്. ഈ ഉദ്യോഗസ്ഥരൊക്കെ നന്നാവും, നമ്മുടെ സിസ്റ്റമൊക്കെ നന്നാവും. ആദ്യം നമ്മൾ ഇവിടുത്തെ രാഷ്ട്രീയക്കാരെ ചോദ്യം ചെയ്യാൻ പഠിക്കണം. കാരണം ഇതിൻ്റെയൊക്കെ വലിയ പങ്ക് അവർക്ക് കിട്ടുന്നതുകൊണ്ടാണ് ഈ പരിപാടികളൊന്നും ഇവിടെ നടക്കാതെ പോകുന്നത്. ഇത് മാത്രമല്ലല്ലോ, ഇപ്പം മാലിന്യ കൂമ്പാരം കത്തി വിഷപ്പുക വന്നില്ലേ കൊച്ചിയിൽ 1 മാസത്തോളം? ഏത് ഉദ്യോഗസ്ഥനാണ് അതിൽ അക്കൗണ്ടബിൾ ആയിരുന്നത്? ആരാണ് ഇത് ചെയ്യേണ്ടിയിരുന്നത്? ഹൂ വാസ് റെസ്പോൺസിബിൾ നമ്മൾ ചോദിച്ചു. അപ്പം അങ്ങനെ ചോദിക്കാൻ ജനത്തിന് കൂടി ബോധമുണ്ടാകുന്ന ഒരു കാലം വന്നാൽ മാത്രമേ ഇത് നന്നാവുള്ളൂ. അല്ലാതെ ഇവർ നന്നായിട്ട് നമുക്ക് നന്നാക്കാം എന്ന് വിചാരിച്ചിരുന്നാൽ ഈ പരിപാടി നടക്കില്ല.